ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു വായിച്ചിരുന്നത്? നമ്മുടെ ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ, സിൻഡർല എന്ന സ്റ്റോറി. നമ്മൾ പകുതി വരെ വായിച്ചു, അതിൻ്റെ മീനിങ്സ് എല്ലാം പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത്? സിൻഡർല എന്ന കുട്ടിയുടെ ആ ഒരു അതിയായ ആഗ്രഹം അല്ലേ, അവൾക്ക് ബോളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവളുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമ്മുടെ ഫെയറി ഗോഡ് മദർ വരുന്നുണ്ട്. എന്നിട്ട് അവരവളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഇനി നമുക്ക് എന്താണ് ബോളിൽ വെച്ചിട്ട് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി മൈ കിഡ്സ്, ലുക്ക് അറ്റ് യുവർ ബുക്ക്. നിങ്ങളുടെ ബുക്കിലേക്ക് നോക്കാം. ദ ബോൾ എന്നതിൻ്റെ മീനിങ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും മിസ് ഒന്നുകൂടെ പറയുകയാണ്. ബോൾ എന്നാൽ നൃത്തശാല എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പം അവിടെ ഇനി എന്താ നമുക്ക് സംഭവിക്കുന്നതെന്ന് നോക്കാം. ലെറ്റ് us see what will happen. നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. സിൻഡർല went to the ball dressed in wonderful clothes. സിൻഡർല എന്ത് ചെയ്തിട്ടുണ്ട്? അവൾ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് ബോളിലേക്ക് പോയിട്ടുണ്ട്. ഷീ റോഡ് ഇൻ ദ റെഡ് കോച്ച്. അവൾ കുതിരവണ്ടിയിൽ സവാരി ചെയ്തു. ഹിയർ റോഡ് മീൻസ് വാട്ട്? എന്താണ് റോഡ് എന്ന് പറഞ്ഞാൽ? സവാരി അല്ലെങ്കിൽ യാത്ര എന്നൊക്കെയാണ് റോഡിൻ്റെ മീനിങ്. അപ്പോൾ അവൾ ആ ഒരു കുതിരവണ്ടിയിലായിരുന്നു സവാരി ചെയ്തിരുന്നത്. 6 footmen വെയിറ്റഡ് ഓൺ ഹെർ. അവളെ 6 പരിചാരകർ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. ആ ബോൾ റൂമിൽ അല്ലെങ്കിൽ ആ നൃത്തശാലയിൽ അവളെ കാണാൻ ഒരു പ്രിൻസസിനെ പോലെ ഉണ്ടായിരുന്നു. അവൾ അത്രയും നല്ല ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ കാണാൻ നല്ല രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു. Nothing was then heard but a confused noise. How beautiful she is! How beautiful she is! എന്താ പറഞ്ഞത്? Nothing was then heard. അവിടെ മറ്റൊന്നും കേട്ടില്ല. ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. അവിടെ പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു നോയ്സ് ഉയർന്നു. എന്തായിരുന്നു? ഒരു ശബ്ദം ഉയർന്നു. എന്തായിരുന്നു അത്? ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. അവരെല്ലാവരും പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ആ നോയ്സ് എന്തായിരുന്നു? അവൾ എത്ര സുന്ദരിയാണ്, അവൾ എത്ര മനോഹരമാണ്. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹെർ അറ്റ് വൺസ്. പ്രിൻസ് അവളൊന്ന് ശ്രദ്ധിച്ചു. അവളുടെ ആ ഒരു ബ്യൂട്ടി കാരണം എല്ലാവരും ആ ഒരു കൺഫ്യൂസ്ഡ് നോയ്സ് ഉണ്ടാക്കിയത് തന്നെ എന്തായിരുന്നു? അവളുടെ ആ ഒരു ബ്യൂട്ടി കാരണമായിരുന്നു. അതുപോലെ തന്നെ പ്രിൻസും അവളെ ശ്രദ്ധിച്ചിരുന്നു, രാജകുമാരനും അവളെ ശ്രദ്ധിച്ചിരുന്നു. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ. അവന് ആകെ ഡാൻസ് കളിച്ചത് അവളുടെ കൂടെ മാത്രമായിരുന്നു. രാജകുമാരൻ ഡാൻസ് കളിച്ചത് നമ്മളുടെ സിൻഡർലയുടെ കൂടെ മാത്രമായിരുന്നു. ഹെർ സിസ്റ്റേഴ്സ് വേർ നൗ ജലസ് ഓഫ് ഹെർ. അത് കണ്ടപ്പോൾ അവളുടെ സിസ്റ്റേഴ്സിന് അവളോട് വളരെ അസൂയ തോന്നി. ജലസ് എന്ന് പറഞ്ഞാൽ അസൂയ. നമുക്കറിയാം, ഈ ഒരു ബോളിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം ഫങ്ഷൻ നടത്തിയത് തന്നെ എന്തിനായിരുന്നു? ഒരു അയാൾക്കുള്ള അല്ലെങ്കിൽ രാജകുമാരന് തൻ്റെ വധുവിനെ അല്ലെങ്കിൽ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു അത് ആക്ച്വലി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു രാജ്യത്തുണ്ടായിരുന്ന എല്ലാ ഗേൾസും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പങ്കെടുക്കാൻ വന്നതായിരുന്നു നമ്മുടെ സിൻഡർലയും. അപ്പം ഇവളെ കണ്ടപ്പോൾ രാജകുമാരനക്ക് വളരെ ഇഷ്ടമായി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡർല. പക്ഷെ അവർക്ക് സത്യം പറഞ്ഞാൽ സിൻഡർലയെ മനസ്സിലായില്ല. അവർക്ക് അവളോട് അസൂയ തോന്നിയെങ്കിലും, കാരണം ഒരിക്കലും സിൻഡർല ഇങ്ങനത്തെ ഒരു ഡ്രസ്സിലൊന്നും വരുമെന്ന് അവർ തീരെ വിചാരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഷീ വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. അവൾ ആ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവളുടെ ആ ടൈം മറന്നുപോയി. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ലോക്ക് 12 മണി അടിക്കാൻ തുടങ്ങി. ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഫെയറിയുടെ ആ വാക്കുകൾ. 12 മണി വരെയുള്ളൂ ആ ഒരു ടൈം, കാരണം അല്ലെങ്കിൽ എല്ലാം പഴയതുപോലെ തന്നെ ആവും. ഷീ ബോഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം. അവൾ രാജകുമാരനെ ഒന്ന് വണങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആ ബോൾ റൂമിൽ നിന്ന് ഓടി. അറൈവിങ് ഹോം ഷീ റാൻ ടു സീക്ക് ഔട്ട് ഹെർ ഗ്രാൻഡ് മദർ ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻ അറ്റ് ദ ബോൾ. വീട്ടിലെത്തിയിട്ട് അവൾ എന്താ ചെയ്തത്? ഷീ റാൻ ടു സ്പീക്ക് ഔട്ട് ഹെർ ഗ്രാൻഡ് മദർ ടു ടെൽ എവറിത്തിങ്. അവളുടെ ആ ഗ്രാൻഡ് മദറിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ ഓടി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻ അറ്റ് ദ ബോൾ. ആ ബോളിൽ നടന്ന, ആ നൃത്തശാലയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറയാൻ വേണ്ടിയിട്ട് അവൾ ഗോഡ് മദറിനെ തിരഞ്ഞിട്ട് ഓടി.
She heartily wished she go to the ball the next day as well because the prince had invited her. അവൾ ഹാർദമായി ആഗ്രഹിച്ചു. എന്തായിരുന്നു ആഗ്രഹിച്ചത്? ഷീ കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ. അവൾക്ക് അടുത്ത ദിവസവും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ബോളിലേക്ക് പോകണം. ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹർ. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ആഗ്രഹിച്ചത്? കാരണം അവളുടെ ആ പ്രിൻസ് അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവളെ ക്ഷണിച്ചിട്ടുണ്ട്. ദെൻ പിന്നീട് ഹർ 2 സിസ്റ്റേഴ്സ് നോക്ക്ഡ് അറ്റ് ദ ഡോർ. അപ്പോഴാണ് ആ 2 സിസ്റ്റേഴ്സ്, അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ഡോറിന് നോക്ക് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് നോക്ക്? എന്താണ് നോക്ക് എന്ന് പറഞ്ഞാൽ? മുട്ടുക, വാതിലിന് മുട്ടി. സിൻഡർല റാൻ ആൻഡ് ഓപ്പൺ ദ ഡോർ. സിൻഡർല അത് കേട്ടപ്പോൾ വേഗം ഓടിപ്പോയി ആ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. കാരണം അല്ലെങ്കിൽ അതിനും അവൾക്ക് ചീത്ത കേൾക്കും അത് വിചാരിച്ചിട്ട്. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം, ഷീ ക്രൈഡ്, gapping, rubbing her eyes and stretching herself as if she had been sleeping. അപ്പോൾ അവർ ചോദിക്കുകയാണ് അവളോട്, നീ ഇത്രയും സമയം ഒറ്റയ്ക്ക് നിന്നോ? കാരണം അവളെ ആക്കിയിട്ടായിരുന്നു അവർ പോയിരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവർക്കതൊരു അത്ഭുതമായിരുന്നു. ഷീ ക്രൈഡ്, അത് കേട്ടപ്പോൾ അവൾ കരഞ്ഞു. ഗ്യാപ്പിംഗ്, റബ്ബിങ് ഹർ ഐസ്, എന്നിട്ട് എന്ത് ചെയ്ത്? തുറിച്ച് നോക്കി. ഗ്യാപ്പിംഗ് മീൻസ് വാട്ട്? തുറിച്ച് നോക്കുക. ദെൻ റബ്ബിങ് ഹർ ഐസ്, അവളുടെ കണ്ണൊന്ന് തിരുമി. ആൻഡ് സ്ട്രെച്ചിങ് ഹേർ സെൽഫ്, സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഉറങ്ങിയൊക്കെ എണീക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമല്ലോ, ഞെളിയുക അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒന്ന് അവളുടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിവർന്നിങ്ങനെ നിന്നു. ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്, അവളവിടെ ഉറങ്ങുകയായിരുന്നു എന്ന പോലെ നിന്നു. കാരണം എന്താണ്? അവൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരറിയരുത് അവളവിടെ ബോളിൽ പോയ കാര്യങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവൾ അവളുടെ ഐസ് എന്ത് ചെയ്തിരുന്നത്? റബ്ബ് ചെയ്തിരുന്നതും അതുപോലെ തന്നെ അവൾ സ്ട്രെച്ച് ചെയ്തിരുന്നതൊക്കെ. ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദ ബോൾ സെഡ് വൺ ഓഫ് ഹർ സിസ്റ്റേഴ്സ്. അപ്പോൾ അവളുടെ ഒരു സിസ്റ്റർ പറയാണ്, എന്താ പറഞ്ഞിരുന്നത്? നീ അവിടെ ബോളിൽ ഉണ്ടായിരുന്നെങ്കിൽ യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയേർഡ് വിത്ത് ഇറ്റ്. നീ ഒരിക്കലും മടുക്കില്ലായിരുന്നു, നിനക്ക് ഒരിക്കലും ഒരു മടുപ്പ് വരില്ലായിരുന്നു, അല്ലെങ്കിൽ നീ ഒരിക്കലും ടയേർഡ് ആവില്ലായിരുന്നു. ദ ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദർ. അവിടെ ഒരു മഹത്തരായ ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു, ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ. അപ്പോൾ പറഞ്ഞത് എന്താണ്? അവൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വളരെ സുന്ദരിയായിരുന്നു. ദാറ്റ് മോർട്ടൽ ഐസ്, വളരെ മാരകമായിട്ടുള്ള ഐസായിരുന്നു അവളുടേത്. അത്രയും സുന്ദരമായിട്ടുള്ള ഐസായിരുന്നു. ഹാവ് എവർ സീൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും സൗന്ദര്യം ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസസിനുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അത്രയ്ക്ക് മോർട്ടലായിരുന്നു, അല്ലെങ്കിൽ മാരകമായി അത്രയും ഭംഗിയുള്ളതായിരുന്നു എന്നായിരുന്നു അവളുടെ സിസ്റ്റർ പറഞ്ഞത്. സിൻഡർല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. അപ്പോൾ സിൻഡർല ഇത് കേട്ടപ്പോൾ വളരെ എന്തായിട്ടാണ് നിന്നത്? താല്പര്യമില്ലാത്തതായിട്ട്, അല്ലെങ്കിൽ അലസതായിട്ടുള്ള ആളെ പോലെ നിന്നു, അല്ലെങ്കിൽ അവൾക്ക് അതങ്ങനെ ആയിരുന്നു തോന്നിയത്. ഹിയർ സീംഡ് മീൻസ് എന്താണ്? തോന്നുക. കാരണം അവളൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഡൗട്ട് തോന്നില്ല. അപ്പോൾ അവളൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിന്നിട്ട് അവൾക്ക് അത് കേട്ടപ്പോൾ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത പോലെ ആയിരുന്നു അവൾ അത് കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ അവൾക്ക് തോന്നിയിരുന്നത്. ഇൻഡീഡ് ഷീ ആസ്ക്ഡ് ദം ദ നെയിം ഓഫ് ദ പ്രിൻസസ്. ഹിയർ ഇൻഡീഡ് മീൻസ് വാട്ട്? എന്താണ് ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ? തീർച്ചയായും. ഷീ ആസ്ക്ഡ് ദ നെയിം ഓഫ് ദ പ്രിൻസസ്. അവളുടെ പേര്, ആ പ്രിൻസസിൻ്റെ നെയിം എന്താണെന്ന് അവരോട് ചോദിച്ചു. ബട്ട് ദേ ടോൾഡ് ഹർ ദേ ഡിഡ് നോട്ട് നോ. ബട്ട് അവർ പറഞ്ഞത് എന്താണ്? അവർക്ക് അവളുടെ പേര് അറിയില്ല. സിൻഡർല സ്മൈലിംഗ് റിപ്ലൈഡ്. സിൻഡർല എന്നിട്ട് ഒന്ന് ചിരിച്ചു, എന്നിട്ട് അതിന് റിപ്ലൈ കൊടുത്തു. എന്തായിരുന്നു അത്? ഷീ മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. അവൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും അവൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. നിങ്ങൾ എത്ര ഹാപ്പിയാണ്. കുഡ് നോട്ട് ഐ സീ ഹർ. എനിക്ക് അവരെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. ആ ഡിയർ സിസ്റ്റർ, ഡു ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വെയർ എവറി ഡേ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ആ ഡിയർ സിസ്റ്റർ, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ആ യെല്ലോ ഡ്രസ്സൊന്ന് കടമായിട്ട് തരുമൊന്ന്, നിങ്ങൾ എന്നും ധരിക്കുന്ന ആ യെല്ലോ ഡ്രസ്സൊന്ന് എനിക്ക് കടമായിട്ടൊന്ന് തരുമോ? യെസ്, ടു ബി ഷുവർ. അപ്പോൾ അവർ പറയും, ഓ എന്തായാലും തരാമല്ലോ, തീർച്ചയായിട്ടും. ക്രൈഡ് ഹർ സിസ്റ്റർ. അത് കേട്ടപ്പോൾ ആ സിസ്റ്റർ ക്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ആർത്ത് അല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ പറയുന്നതിനാണ് ഇവിടെ ക്രൈ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. അവരെന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് ഈ ഒരു ഡ്രസ്സ് നിനക്ക് നിൻ്റെ ഈ ഡേർട്ടി ആയിട്ടുള്ള സിൻഡർ വെഞ്ച്
ആയ നിനക്കാണോ ഞാനിത് തരേണ്ടത്? ഹിയർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സിൻഡർ വെഞ്ച്? ഡു യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സിൻഡർ? നിങ്ങൾക്കറിയോ എന്താണ് സിൻഡറിൻ്റെ മീനിങ് എന്ന്? യെസ്, കരി അല്ലെങ്കിൽ ചാരം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വെഞ്ച് എന്ന് പറഞ്ഞാൽ ഗേൾ അല്ലെങ്കിൽ പെണ്ണ്, അതാണ് വെഞ്ചിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ്? കരിയായ പെൺകുട്ടി അല്ലെങ്കിൽ ചാര പെൺകുട്ടി, നിനക്കാണോ ഞാൻ എൻ്റെ ഈ യെല്ലോ ഡ്രസ്സ് തരേണ്ടതെന്ന് പറഞ്ഞ് അവളെ ചീത്ത പറയാണ്. അത്രയും ഡേർട്ടി ആയിട്ടുള്ള നിനക്കാണോ ഞാൻ എൻ്റെ ഡ്രസ്സ് തരേണ്ടത്? ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ, ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയാണോ? എൻ്റയർ ഫാമിലി ബേഴ്സ് ഇൻ ടു ലാഫ്റ്റർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവളുടെ ഫാമിലിയിലുള്ള ആളുകളെല്ലാവരും എന്ത് ചെയ്തു? ഉറക്കെ ചിരിക്കാൻ തുടങ്ങി, പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇത് കേട്ട സമയത്ത്. ഹിയർ ബേഴ്സ്റ്റ് മീൻസ് എന്താണെന്നറിയാം മക്കളെ? പൊട്ടിത്തെറിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അവർ ചിരി കൊണ്ട് പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. The next day the two sisters were at the ball and so was Cinderella, dressed even more magnificently than before. The next day, പിറ്റേ ദിവസം ആ രണ്ട് സിസ്റ്റേഴ്സും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ബോളിലുണ്ടായിരുന്നു അല്ലെങ്കിൽ നൃത്തശാലയിലുണ്ടായിരുന്നു. ആൻഡ് സോ വാസ് സിൻഡർല, അവിടെ സിൻഡർലയും ഉണ്ടായിരുന്നു. ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിസൻ്റ്ലി ദാൻ ബിഫോർ. അവൾ ഡ്രസ്സ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഇന്നലെ അല്ലെങ്കിൽ ഇതിന് മുൻപ് ധരിച്ച ഡ്രസ്സിനേക്കാളും വളരെ ഗംഭീരമായിട്ടായിരുന്നു അവൾ ഇന്ന് ധരിച്ചിട്ടുള്ള ഡ്രസ്സ്. അത്രയും ഹിയർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാഗ്നിഫിസൻ്റ്ലി? ഗംഭീരം, അത്രയ്ക്ക് അതിമനോഹരമായിരുന്നു അവളുടെ ഡ്രസ്സ്. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ്. പ്രിൻസ് അവളുടെ കൂടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നെവർ സീസ്ഡ് ടു ഗീവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹെർ. അപ്പോൾ അയാൾ നിർത്തിയില്ല, ആ പ്രിൻസ് അയാളുടെ കോംപ്ലിമെൻറ്റ്സ്, അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നല്ല വേർഡ്സും ഒന്നും അവളോട് പറയുന്നതൊന്നും അവിടെ നിർത്തിയില്ല. സീസ്ഡ് മീൻസ് വാട്ട്? നിർത്തുക. കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചും എല്ലാം ഇങ്ങനെ എപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും അയാൾ നിർത്തിയില്ല. സിൻഡർല ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. അതുകൊണ്ട് തന്നെ സിൻഡർല അവിടെ സ്പെൻഡ് ചെയ്ത ടൈം അവൾ ഫോർഗോട്ട് ചെയ്തു, മറന്നുപോയി. ഷീ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ ലേറ്റർ ദാൻ 11 വെൻ ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. അപ്പോൾ അവൾ വിചാരിച്ചത് എന്താണ്? ഇറ്റ് വാസ് നോ ലേറ്റർ, അത് അത്ര ലേറ്റ് ആയിട്ടൊന്നുമില്ല, 11നേക്കാളും ലേറ്റ് ആയിട്ടൊന്നുമില്ല. വെൻ ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. അപ്പോഴാണ് അവൾ നോക്കുന്നത്, അപ്പോഴാണ് നമ്മളുടെ ക്ലോക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് 12. ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലഡ്. അവൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അവൾക്കറിയാലോ, അവളോട് നമ്മുടെ ഗോഡ് മദർ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? 12 മണി വരെ അതിന് ടൈമുള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആവുന്നു. അതുകൊണ്ട് തന്നെ ഷീ ജംപ്ഡ് അപ്പ്, അവൾ പെട്ടെന്ന് തന്നെ ചാടി ആൻഡ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഓടുക. ആൻഡ് നിംബിൾ ആസ് എ ഡിയർ. അവൾ എങ്ങനെയായിരുന്നു ഓടിയത്? നിംബിൾ ആസ് എ ഡിയർ, വളരെ ചുറുചുറുക്കുള്ള ഒരു മാൻകുട്ടിയെ പോലെ. ഹിയർ നിംബിൾ മീൻസ് വാട്ട്? ചുറുചുറുക്കുള്ള. അത്രയ്ക്ക് ചുറുചുറുക്കുള്ള ഒരു മാൻകുട്ടിയെ പോലെയായിരുന്നു അവൾ അവിടെ നിന്ന് ഓടിയത്. ഇൻ ഹർ ഹറി, അവളുടെ ആ തിടുക്കത്തിൽ അല്ലെങ്കിൽ ആ ധൃതിയിൽ, ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹെർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം. അവൾ ആ ബോൾ റൂമിൽ വെച്ചിട്ട് അവളുടെ ഗ്ലാസ് ഷൂ മറന്നുപോയി, അല്ലെങ്കിൽ അവിടെ അവൾക്ക് നഷ്ടപ്പെട്ടു. ആസ് ഷീ റീച്ച്ഡ് ദ കോച്ച് ഷീ ഹേർഡ് ദ ലാസ്റ്റ് ഡിങ് ഡോങ്. അവൾ ആ കോച്ചിലേക്ക് എത്തിയ ആ ഒരു സമയം കൊണ്ട് തന്നെ അവൾ എന്ത് കേട്ടു? ആ ലാസ്റ്റ് ഡിങ് ഡോങ്, 12 o'clock അടിക്കുന്ന ആ ഡിങ് ഡോങ് അവൾ കേട്ടു. സഡൻലി ദ കോച്ച് ബിക്കേം എ പംകിൻ. പെട്ടെന്ന് തന്നെ ആ കോച്ച് എന്തായി? ഒരു പംകിനായി മാറി. ദ ഹോസ് ടേൺഡ് ഇൻ ടു മൈസ്. അവിടുത്തെ ഹോസ് അതുപോലെ തന്നെ മൈസായി അല്ലെങ്കിൽ എലിക്കുട്ടികളായി, ചുണ്ടലികളായി. ആൻഡ് ദ ഫുട്മാൻ ഇൻ ടു ഗ്രീൻ ലിസാർഡ്സ്. ഫുട്മാൻ ആരായി? ലിസാർഡ്സായി, ഗ്രീൻ ലിസാർഡ്സായി. ഹെർ ക്ലോത്ത്സ് ബിക്കേം ദ ഓൾഡ് റാഗ്സ് എഗെയിൻ. അവളുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഡ്രസ്സെല്ലാം എന്തായി? പഴയ പോലെ ഒരു വൃത്തിയുമില്ലാത്ത ഡ്രസ്സായിട്ട് മാറി. ബട്ട് ദ വൺ ഷൂ ഓൺ ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. അവളുടെ ആ ഒരു കാലിലുണ്ടായിരുന്ന ഷൂവിന് മാത്രം ഒരു ചേഞ്ചും അല്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. അവളുടെ വീട്ടിൽ സിസ്റ്റേഴ്സ് എത്തുന്നതിന് മുന്നേ തന്നെ എത്തി. സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. അതുകൊണ്ട് തന്നെ അവൾ ബോളിൽ പോയ കാര്യം അറിഞ്ഞിരുന്നില്ല. ദ സെർച്ച്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സെർച്ച്? എന്താണ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തിരച്ചിൽ അല്ലെങ്കിൽ അന്വേഷണം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തോ ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത്.
ലെറ്റ് us see what will happen. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. So please listen carefully my kids. The prince became very sad when Cinderella left him. യെസ്, അപ്പോൾ സിൻഡർല നമ്മളുടെ പ്രിൻസിനെ അവിടെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അദ്ദേഹം വളരെ സാഡായിരുന്നു. കാരണം എന്തിനായിരുന്നു അവൾ അങ്ങനെ ഉപേക്ഷിച്ച് പോയത്? അവൾ പെട്ടെന്ന് ഓടിയത് എന്തിനായിരുന്നു? യെസ്, ആ ഒരു 12 o'clock മുന്നേ എന്ത് ചെയ്യണം? അവൾ വീട്ടിലെത്തിയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം പഴയ പോലെ ആവുമെന്ന് നമ്മുടെ ഗോഡ് മദർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് ഓടിയിരുന്നത്. അത് നമ്മുടെ പ്രിൻസിന് അറിയുന്നില്ലായിരുന്നല്ലോ അല്ലേ. His servants brought him the glass shoe that Cinderella had left in the room. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെർവൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സിൻഡർല ഓടുന്നതിനിടയിൽ അവിടെ ഒരു ഷൂ അവിടെ കളഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഷൂ എടുത്തിട്ട് കൊണ്ടുവന്നു. He wanted to find out the beautiful girl who had danced with him. പ്രിൻസിന് തൻ്റെ കൂടെ ഡാൻസ് കളിച്ച ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. കാരണം എന്തായിരുന്നു? അവൾ അത്രയ്ക്ക് പ്രിൻസിന് ഇഷ്ടപ്പെട്ടിരുന്നു, അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, he sent messengers to announce that the prince would visit every home to find out the lady. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മെസ്സഞ്ചേഴ്സിനോട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസ് എന്ത് ചെയ്യും? എല്ലാ വീടുകളിലും എന്ത് ചെയ്യാണ്? വിസിറ്റ് ചെയ്യാൻ പോവാണ്. ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി, ആ ലേഡിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലേഡീസിനൊക്കെ അതൊരു ആവേശം ഉണർത്തുന്ന ഒന്നായിരുന്നു. ദ 2 step sisters were very glad. അവരുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വളരെ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ സന്തോഷവാന്മാരായിരുന്നു. ബിക്കോസ് ദേ ഹാഡ് പ്രെറ്റി ഫീറ്റ്. കാരണം അവർക്ക് നല്ല കാൽപാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്? ആക്ച്വലി ഈ പ്രിൻസ് എന്തിനാണ് എല്ലാ വീടുകളിലും വരുന്നത്? നമ്മുടെ സിൻഡർലയുടെ ഷൂ അവിടെ വെച്ച് കളഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അവൾ ഓടുന്ന സമയത്ത് അവളത് മറന്ന്, അല്ലെങ്കിൽ ആ ഓടുന്ന സമയത്ത് അവളുടെ അടുത്ത് നിന്ന് അത് പോയിട്ടുണ്ട്. അത് പ്രിൻസിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ആ പ്രിൻസിൻ്റെ കയ്യിലുള്ള ആ ഷൂ അവിടെയുള്ള ഏതോ ഒരു പെൺകുട്ടിയുടേതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷൂ കൊണ്ട് എല്ലാ വീടുകളിലും അദ്ദേഹം കയറി ഇറങ്ങുന്നത്. കാരണം ആ ഷൂ ഫിറ്റായി കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും അതായിരുന്നു, ആ പെൺകുട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് കളിച്ചത് എന്ന്. അതിന് വേണ്ടിയിട്ടായിരുന്നു, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി അദ്ദേഹം എല്ലാ വീടുകളിലും പോയത്. അതുകൊണ്ട് തന്നെ അവരുടെ സിസ്റ്റേഴ്സ് വിചാരിച്ചത് എന്താണ്? അവരുടെ കാൽപാദങ്ങൾ വളരെ നല്ലതായതുകൊണ്ട് തന്നെ ആ ഷൂ അവർക്ക് ഫിറ്റ് ആയിരിക്കും, അങ്ങനെ പ്രിൻസ് അവരെ മാരേജ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അവർ അത്ര ഹാപ്പി ആയത്. ദേ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് വെയിറ്റഡ് ഫോർ ദ പ്രിൻസ്. എന്നിട്ട് അവർ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പ്രിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ബട്ട് സിൻഡർല ഡിഡ് നോട്ട് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പാവം നമ്മുടെ സിൻഡർലയ്ക്ക് നല്ല ക്ലോത്ത്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ്. പ്രിൻസ് എല്ലാ വീടുകളിലും വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സന്ദർശിച്ചു. He invited girls to try on the shoe Cinderella had left in the ballroom. ഇവിടെ സിൻഡർല ബോൾറൂമിൽ ഉപേക്ഷിച്ച് പോയ ആ ഷൂ ട്രൈ ചെയ്യാനാണ്, അത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗേൾസിനോടും പറയുന്നത്. അദ്ദേഹം അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് അതിനായിരുന്നു. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ. ഗേൾസ് എല്ലാവരും അത് ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. പക്ഷെ അത് ആർക്കും ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഷൂ വേറൊരാൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഫിറ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു, അവർക്ക് ആർക്കും അത് ഫിറ്റ് ആയിട്ടില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡർലാസ് ഹൗസ്. അവസാനം നമ്മുടെ പ്രിൻസ് എവിടെ എത്തി? സിൻഡർലയുടെ വീട്ടിലെത്തി. ദ എൽഡർ സ്റ്റെപ്പ് സിസ്റ്റർ വെന്റ് ടു ഹെർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ. അവിടെ മൂത്ത സ്റ്റെപ്പ് സിസ്റ്റർ, ഹിയർ എൽഡസ്റ്റ് മീൻസ് എന്താണ്? മൂത്ത സഹോദരി എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ റൂമിൽ പോയിട്ട് ആ ഷൂ ഇട്ട് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ. അവരുടെ കൂടെ അവളുടെ മദറും ഉണ്ടായിരുന്നു. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോയ് ഇൻ ടു ഇറ്റ്. അവളുടെ ആ ബിഗ് ടോയ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടോയ്? കാലിൻ്റെ വിരലുകൾക്കാണ് ടോയ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ടോയ് നല്ല വലുപ്പമുള്ളതുകൊണ്ട് തന്നെ അവളുടെ ആ കാലുകൾ ആ ഷൂവിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല. ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. എന്തുകൊണ്ടായിരുന്നു? ആ ഷൂ വളരെ ചെറുതായിരുന്നു. Then her mother handed her a knife and said, "Cut the toy off, for when you are a queen, you will never have to go on foot." അപ്പോൾ അവളുടെ അമ്മ എന്താ ചെയ്തത്? ഒരു കത്തി കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, കട്ട് ദ ടോയ് ഓഫ്. നിൻ്റെ കാൽവിരൽ നീ കട്ട് ചെയ്യും. ഫോർ വെൻ യു ആർ എ ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നീ ഒരു രാജകുമാരി ആയിരിക്കുമ്പോൾ നിനക്ക് ഒരിക്കലും നടന്നു പോകേണ്ടതില്ല. അതുകൊണ്ട് നീ നിൻ്റെ നിൻ്റെ കാൽവിരലുകൾ നീ കട്ട് ചെയ്തോ. സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടോയ്. അപ്പോൾ അവൾ അമ്മയുടെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? ആ ടോയ് കട്ട് ചെയ്തു. സ്ക്യൂസ്ഡ് ഹെർ ഫുഡ് ഇൻ ടു ദ ഷൂ.
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്ക്യൂസ്ഡ്? എന്താണ് സ്ക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാല് കുത്തിക്കയറ്റി ഇടൂലേ, അതിനാണ് സ്ക്യൂസ് എന്ന് പറയുന്നത്. ഞെക്കി ഞെരുക്കി എന്നൊക്കെ പറയുമല്ലോ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവളൊരു വിധമൊക്കെ ഞെക്കി ഞെരുക്കി ആ ഷൂ ധരിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഷീ കൺസീൽഡ് ഹർ പെയിൻ. അവൾ അവളുടെ പെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്ത് അറിയിച്ചില്ല. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കൺസീൽ? ഒളിച്ചു വെക്കുക, മൂടി വെക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവളുടെ ആ ഒരു വേദന, അവളുടെ അത്രയും അത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവളുടെ ടോയ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു ക്യൂനായാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വേദന അവിടെ കൺസീൽ ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു. ആൻഡ് വെൻറ്റ് ഡൗൺ ടു ദ പ്രിൻസ്. എന്നിട്ട് പ്രിൻസിൻ്റെ അടുത്തേക്ക് പോയി. പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഷൂ ആൻഡ് സോ ബ്ലഡ് ഫ്ലോയിങ് അണ്ടർ ഇറ്റ്. പ്രിൻസ് അവളുടെ ഷൂവിൽ നോക്കിയ സമയത്ത് എന്തായിരുന്നു കണ്ടത്? ഒരുപാട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്, ഒഴുകുന്നതായിരുന്നു അതിൻ്റെ അടിയിൽ കണ്ടത്. നോട്ട് എ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. അപ്പോൾ പറയാണ് ഇതല്ല, ശരിക്കല്ല ബ്രൈഡ് അല്ലെങ്കിൽ വധു. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. പ്രിൻസിന് അത് കണ്ടപ്പോൾ വളരെ ദേഷ്യം വന്നു. അദ്ദേഹം വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്തു. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദ ഷൂ. പിന്നെ അടുത്ത സിസ്റ്റർ എന്ത് ചെയ്തു? ആ ഷൂ ഒന്ന് ട്രൈ ചെയ്തു. ഷീ വെൻറ്റ് ഇൻ ടു ഹർ റൂം ടു ഡു സോ ആൻഡ് ഗോട്ട് ഹർ ടോയ്സ് കംഫർട്ടബ്ലി ഇൻ. ബട്ട് ഹർ ഹീൽ വാസ് ടു ലാർജ്. അപ്പോൾ എന്താ ചെയ്തത്? ഷീ വെൻറ്റ് ഇൻ ടു ഹർ റൂം ടു ഡു സോ. അവളും അവളുടെ റൂമിലേക്ക് പോയി ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷൂ എങ്ങനെ ഫിറ്റ് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഗോട്ട് ഹർ ടോയ്സ് കംഫർട്ടബ്ലി ഇൻ. അപ്പോൾ അവളുടെ കാൽവിരൽ നല്ല രീതിയിൽ തന്നെ ഷൂവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ബട്ട് ഹർ ഹീൽ വാസ് ടു ലാർജ്. പക്ഷെ അവളുടെ ഹീൽ വളരെ വലുതായിരുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹീൽ? എന്താണ് ഹീൽ എന്ന് പറഞ്ഞ മക്കളെ? യെസ്, ഉപ്പൂറ്റി അല്ലെങ്കിൽ കാലിൻ്റെ മടമ്പിനാണ് ഹീൽ എന്ന് പറയുക. അപ്പോൾ അത് അത്രയ്ക്ക് വലുതായതുകൊണ്ട് തന്നെ ഷൂവിൻ്റെ ഉള്ളിൽ കയറിയില്ല. ആൻഡ് ഹർ മദർ ഹാൻഡഡ് ഹർ ദ നൈഫ്. പിന്നെ എന്താ ചെയ്തത്? അവളുടെ മദർ അവൾക്ക് ഒരു കത്തി കൊടുത്തു. സേയിങ്, എന്നിട്ട് പറഞ്ഞു, കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ. നിൻ്റെ ഹീൽ എന്ത് ചെയ്യ്? കട്ട് ചെയ്യ്. വെൻ യു ആർ ദ ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുഡ്. നീ ഒരു രാജ്ഞി ആവുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും നടന്നു പോകേണ്ടി വരില്ല. സോ ദ ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹർ ഹീൽ. അവൾ അവളുടെ ആ ഹീലിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തു. ആൻഡ് ത്രസ്റ്റ് ഹർ ഫുഡ് ഇൻ ടു ദ ഷൂ. എന്നിട്ട് അവൾ ഷൂവിൻ്റെ ഉള്ളിലേക്ക് ആ ഹീല് തള്ളിക്കയറ്റി. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഫീറ്റ് ആൻഡ് ബിക്കെയിം മോർ ആംഗ്രി ആൻഡ് ഷൗട്ടഡ്, ദർ ഇസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പ്രിൻസ് എന്ത് ചെയ്തു? അവളുടെ കാലിലേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. എന്നിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്തു, ദർ ഇസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. നിങ്ങളുടെ ഷൂവിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട്. ദ ഷൂ ഇസ് ടു സ്മോൾ. ഷൂ വളരെ ചെറുതാണ്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. അത് ശരിക്കുള്ള വധുവല്ല. ദെൻ സിൻഡർല കെയിം ഫോർവേഡ് ആൻഡ് സെഡ്, ലെറ്റ് മീ ട്രൈ ഇറ്റ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സിൻഡർല എന്ത് ചെയ്തു? മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ലെറ്റ് മീ ട്രൈ ഇറ്റ്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഹെർ സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹർ. അത് കണ്ടപ്പോൾ അവളുടെ സിസ്റ്റേഴ്സ് അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. പ്ലേ ഔട്ട് ഓഫ് ഹിയർ. ഇവിടെ നിന്ന് പൊയ്ക്കോ. ഹൗ ഡെയർ യു കം ഹിയർ ഇൻ ദീസ് ഡേർട്ടി റാക്സ് യു അഗ്ലി ക്രിയേച്ചർ, ദേ സെഡ്. അപ്പോൾ ഇവള് വരുന്നത് കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, വൃത്തികെട്ട ജന്തു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത്രയും വൃത്തികെട്ട ഡ്രസ്സും ഇട്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഇവിടേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ബട്ട് ദ പ്രിൻസ് ആസ്ക്ഡ് ഹർ ടു ട്രൈ ദ ഷൂ. പക്ഷേ പ്രിൻസിന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു അവളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, ആ ഷൂ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഐ ഹാവ് സീൻ യു സംവേർ. അദ്ദേഹം പറയാണ്, ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ കനോട്ട് റിമെമ്പർ വേർ. പക്ഷേ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അത് എവിടെ വെച്ചിട്ടായിരുന്നു എന്ന്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. സിൻഡർല പുട്ട് ഹെർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റഡ് ഹെർ പെർഫെക്റ്റ്ലി. അപ്പോൾ സിൻഡർല എന്ത് ചെയ്തിട്ടുണ്ട്? അവളുടെ ഇടത് കാൽപാദം ആ ഷൂവിലേക്ക് ഇട്ട സമയത്ത് അത് വളരെയധികം ഫിറ്റായിരുന്നു, അത് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? എവറിബഡി വാസ് അസ്റ്റോണിഷ്ഡ്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. ഷീ ദെൻ പുൾഡ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ഹെർ പോക്കറ്റ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അടുത്ത ഷൂ അവളുടെ പോക്കറ്റിൽ നിന്നിങ്ങോട്ട് വലിച്ചെടുത്തു. ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹെർ റൈറ്റ് ഫുട്ട്. എന്നിട്ട് അത് അവളുടെ റൈറ്റ് ഫുട്ടിൽ, വലത് കാൽപാദത്തിൽ ധരിച്ചു. ജസ്റ്റ് ദെൻ ദ ഫെയറി അപ്പിയർഡ് ആൻഡ് ടച്ച്ഡ് ഹെർ വിത്ത് ഹെർ മാജിക് വാണ്ട്. അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഫെയറി എന്ത് ചെയ്തു? അപ്പിയർ ചെയ്തു, അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് ടച്ച്ഡ് ഹെർ വിത്ത് ഹെർ മാജിക് വാണ്ട്. അവളെ എന്നിട്ട് അവരുടെ ഫെയറിയുടെ മാജിക് വാണ്ട് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്.
ഇൻ എ മൊമെൻറ്റ്, ആ ഒരു നിമിഷത്തിൽ ഹർ റാഗ്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. അവരുടെ ആ റാഗ്സ്, അവരുടെ ആ പഴന്തുണിയെല്ലാം എന്തായിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ട് സിൽക്ക് ആൻഡ് ഗോൾഡ് ക്ലോത്ത്സ് ആയിട്ടുണ്ട്. ദ പ്രിൻസ് ഡാൻസ്ഡ് വിത്ത് ജോയ് ആൻഡ് ക്രൈഡ്. ഇത് കണ്ട സമയത്ത് നമ്മുടെ പ്രിൻസിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ആ സന്തോഷം കൊണ്ട് വളരെ അത് കണ്ടപ്പോൾ നമ്മുടെ പ്രിൻസിന് വളരെ സന്തോഷമായി. അദ്ദേഹം എന്താ ചെയ്തത്? ദ പ്രിൻസ് ഡാൻസ്ഡ്, അദ്ദേഹം ഡാൻസ് ചെയ്തു. വിത്ത് ജോയ് ആൻഡ് ക്രൈഡ്, വളരെ സന്തോഷത്തിൽ അദ്ദേഹം ഡാൻസ് ചെയ്തിട്ട് ഹിയർ ക്രൈ മീൻസ് എന്താണെന്നറിയാം മക്കളെ? ആർത്ത് വിളിക്കുന്നതിനാണ് ഇവിടെ ക്രൈ എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഈസ് ദ റൈറ്റ് ബ്രൈഡ്, ഇതാണ് ശരിക്കുള്ള വധു. ദ ഷൂസ് ആർ ഫിറ്റ് ഫോർ ഹർ, ആ ഷൂസ് അവൾക്ക് വളരെ പാകമാണ് അല്ലെങ്കിൽ ഫിറ്റാണ്. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ, അവളാണ് ശരിക്കുള്ള ബ്രൈഡ്, എല്ലാം കൊണ്ടും അവളാണ് ശരിക്കുള്ള ബ്രൈഡ്. ഹീ സെഡ് ടു സിൻഡർല, എന്നിട്ട് അദ്ദേഹം സിൻഡർലയോട് പറയാണ്, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി, ഈ കൺട്രിയിലെ, ഈ രാജ്യത്തിലെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടി നീയാണ്. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്, ഞാൻ നിന്നെ എൻ്റെ വധുവാക്കും. ദ പ്രിൻസ് മാരിഡ് ആൻഡ് ടുക്ക് ഹർ ടു ദ പാലസ്, എന്നിട്ട് പ്രിൻസ് അവളെ വിവാഹം ചെയ്തിട്ട് പാലസിലേക്ക് കൊണ്ടുപോയി. സിൻഡർല പാർഡൺ ഹർ സിസ്റ്റേഴ്സ് ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. സിൻഡർല എന്ത് ചെയ്തു? അവരൊക്കെ പാർഡൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവരോടൊക്കെ ക്ഷമിക്കുക, അതിനാണ് പാർഡൺ എന്ന് പറയുക. അപ്പോൾ അവരോടൊക്കെ ക്ഷമിച്ചിട്ട് അവരെയും എവിടേക്ക് കൊണ്ടുപോയി? പാലസിലേക്ക് കൊണ്ടുപോയി. ദേ ലീവ്ഡ് ദർ ഹാപ്പിലി ദർ ആഫ്റ്റർ, അവർ പിന്നെ അവിടെ വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിച്ചു. അതാണ് നമ്മളുടെ സിൻഡർല എന്ന് പറയുന്ന സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഡിഡ് യു എൻജോയ് ദി സ്റ്റോറി മൈ കിഡ്സ്? നിങ്ങൾ എൻജോയ് ചെയ്തോ മക്കളെ ഈ സ്റ്റോറി? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയായിരുന്നു നമ്മൾ വായിച്ചതല്ലേ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവളുടെ സിസ്റ്റേഴ്സ്, എന്നിട്ടും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവരെ ക്ഷമിച്ച് അവരെയും കൂടെ പാലസിലേക്ക് കൊണ്ടുപോയ നല്ല പെൺകുട്ടിയായിരുന്നു സിൻഡർല അല്ലേ. അവളെ രക്ഷിച്ചത് ആരായിരുന്നു? യെസ്, ഫെയറി ഗോഡ് മദർ ആയിരുന്നു അവളെ രക്ഷിച്ചത്. കാരണം അവൾക്ക് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പം ഫെയറിക്ക് പാവം തോന്നി അവളെ ഹെൽപ്പ് ചെയ്യായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടെ ഈ ഒരു സ്റ്റോറി വായിച്ച് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ ഇനി അടുത്ത വുമൺ വർക്ക് എന്ന് പറയുന്ന പോയമസ് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഇന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ മൈ കിഡ്സ്. Bye-bye.